കിടങ്ങന്നൂരിൽ കനാലിൽ കാണാതായ കുട്ടികൾക്കായി തെരച്ചിൽ തുടരുന്നു. കാണാതായത് അഭിരാജ്, അനന്തുനാഥ് എന്നിവരെ. അപകടത്തിൽപ്പെട്ടത് കനാലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ. കഠിനംകുളം കൊലപാതകത്തിലെ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇന്ന് ആരോഗ്യനില വിലയിരുത്തും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ തീരുമാനിക്കും. ആരോഗ്യനില വീണ്ടെടുത്താൽ വിശദമായി ചോദ്യം ചെയ്യും. ഇടുക്കിയിൽ വീണ്ടും വൻ ഭൂമി കയ്യേറ്റം. നെടുങ്കണ്ടം കൈലാസപ്പാറയിൽ നിന്ന് കുന്ന് കയ്യേറി സ്വകാര്യ വ്യക്തികൾ വേലി കെട്ടിത്തിരിച്ചു. നിയമം കാറ്റിൽ പറത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഫൈനൽ ഇന്ന്. അലക്സാണ്ടർ സുവ്രേവ് യാനിക് സിന്നറിനെ നേരിടും. വിശദമായ വാർത്തയിലേക്ക്. രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. 10,000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഇത്തവണ ഡൽഹിയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയാണ് ഈ വർഷത്തെ മുഖ്യാതിഥി. 1950 ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്തോനേഷ്യയുടെ ആദ്യ പ്രസിഡന്റ് സുകാർണോയായിരുന്നു മുഖ്യാതിഥി. സുവർണ ഭാരതം, പൈതൃകവും വികസനവും എന്നതാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന തീം. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വികസനത്തിലേക്കുള്ള കുതിപ്പുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമായിരിക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. ഇപ്പോൾ തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നടക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ പരേഡ് പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, എപ്പോഴാണ് പരിപാടികൾക്ക് തുടക്കമായത്? വിവരം. ഇപ്പോൾ ഗവർണർ പരേഡ് പരിശോധിച്ചതിന് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, DGP തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഇന്നിപ്പോൾ ഈ പരേഡിന്റെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന് പരേഡ് കമാൻഡർ ആയിട്ടുള്ളത് ഇന്ത്യൻ ആർമിയിലെ മേജർ ജെ അജന്തറാണ്. 6ാം ബറ്റാലിയൻ ഗർവാർ റൈഫിൾസിന്റെ നിന്നുള്ള അംഗമാണ് അദ്ദേഹം. സെക്കൻഡ് ഇൻ കമാൻഡ് ഇന്ത്യൻ എയർഫോഴ്സിലെ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് നൂർ അഹമ്മദ് ഷെയ്ഖാണ്. ഭാരതീയ കരസേന, ഭാരതീയ വ്യോമസേന, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസ്, സ്പെഷ്യൽ ആംഡ് പോലീസ്, കേരള ആംഡ് പോലീസ് 4ാം ബറ്റാലിയൻ, കേരള ആംഡ് വനിതാ പോലീസ് ബറ്റാലിയൻ, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, തിരുവനന്തപുരം സിറ്റി പോലീസ്, കേരള പ്രിസൺ വകുപ്പ്, കേരള എക്സൈസ് വകുപ്പ്, കേരള വനം വകുപ്പ് തുടങ്ങിയ വിഭാഗങ്ങൾ ഈ പരേഡിന്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സായുധരല്ലാത്ത ഘടകങ്ങളും ഈ പരേഡിന്റെ ഭാഗമാകുന്നുണ്ട്. കേരള അഗ്നിരക്ഷാ സേന സൈനിക സ്കൂൾ, NCC സീനിയർ ഡിവിഷൻ, NCC സീനിയർ വിംഗ് പെൺകുട്ടികൾ, NCC സീനിയർ ഡിവിഷൻ എയർ സ്ക്വാഡ്രൺ, NCC സീനിയർ ഡിവിഷൻ നേവൽ യൂണിറ്റ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പെൺകുട്ടികളുടെ മറ്റൊരു വിഭാഗം, സ്കൗട്ട്സ്, ഭാരതീയ ഗൈഡ്സ് തുടങ്ങി വിവിധ വിഭാഗങ്ങൾ ഈ പരേഡിന്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. അശ്വാരൂഢ സേനയുണ്ട്. പങ്കെടുക്കുന്ന ബാൻഡുകൾ 3 ബാൻഡുകളാണ്. ഭാരതീയ കരസേനയുടെയും തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും കേരള ആംഡ് പോലീസ് ബറ്റാലിയന്റെയും ബാൻഡുകളും ഈ പരേഡിന്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. അശ്വതി. Bravo!
സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് ദിന പരേഡ് ആണ് കാണുന്നത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അല്പസമയം മുമ്പ് പരേഡ് പരിശോധിച്ചു. ഇപ്പോൾ വലതുവശത്ത് പ്രേക്ഷകർ കാണുന്നത് മലപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ മന്ത്രി വി അബ്ദുറഹ്മാൻ പരേഡ് പരിശോധിക്കുകയാണ്. ദേശീയ തലത്തിലുള്ള ആഘോഷം 10:30 ആരംഭിക്കും. ഇപ്പോൾ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും മലപ്പുറത്തു നിന്നുമുള്ള ഇന്നത്തെ പരേഡിൽ പങ്കെടുക്കുന്ന എല്ലാ കണ്ടിജൻസും കോളം ഓഫ് റൂട്ട് എന്ന ഫോർമേഷനിൽ ക്വിക്ക് മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. പരേഡ് കമാൻഡറുടെയും പരേഡ് സെക്കൻഡ് കമാൻഡറുടെയും നേതൃത്വത്തിൽ പരേഡ് വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് മാർച്ച് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നുവരികയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡർ ഭാരതീയ കരസേനയുടെ ഗർവാൾ റൈഫിൾ റെജിമെന്റ് 6ാം ബറ്റാലിയന്റെ മേജർ ജെ അജന്തറാണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഭാരതീയ വായുസേനയുടെ സദേൺ എയർ കമാൻഡ് യൂണിറ്റിലെ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് നൂർ അഹമ്മദ് ഷെയ്ഖ് ആണ്. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കരസേനയുടെ ഗർവാൾ റൈഫിൾ റെജിമെന്റ് 6ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ നായിക് സുബേദാർ മാൻസിംഗ് നയിക്കുന്നു. ഭാരതീയ വായുസേനയുടെ ഒരു ഫ്ലൈറ്റാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ചിപ്പോൾ കടന്നു പോകുന്നത്. ഈ ഫ്ലൈറ്റിനെ ജൂനിയർ വാറന്റ് ഓഫീസർ പ്രദീപ് സിംഗ് നയിക്കുന്നു. അടുത്തതായി ഇൻസ്പെക്ടർ എം അക്ബർ അലി നയിക്കുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അയൽ സംസ്ഥാനമായ കർണാടക പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ചിപ്പോൾ കടന്നുപോകുന്നത്. പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് നായിക് നയിക്കുന്നു. അടുത്തതായി സ്പെഷ്യൽ ആംഡ് പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഉമേഷ് പി നയിക്കുന്നു. അടുത്തതായി കേരള ആംഡ് പോലീസ് 4ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് കുമാർ കെ നയിക്കുന്നു. കേരള വനിതാ പോലീസ് ബറ്റാലിയന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ചിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലറ്റൂണിനെ സബ് ഇൻസ്പെക്ടർ ടിൻറ്റു ND നയിക്കുന്നു. ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഈ കണ്ടിജന്റിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ ജി നയിക്കുന്നു.
അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഒരു വ്യൂഹമാണ്. ഈ വ്യൂഹത്തെ പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാർ ER നയിക്കുന്നു. ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഷിജു K. രാജു നയിക്കുന്ന കേരള ജയിൽ വകുപ്പിന്റെ പ്ലറ്റൂണാണ് അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ CV നയിക്കുന്ന പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കേരള വനം വകുപ്പിന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K. ഹാഷിം നയിക്കുന്നു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ സ്റ്റേഷൻ ഓഫീസർ അരുൺ മോഹനെ നയിക്കുന്ന പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സീനിയർ അണ്ടർ ഓഫീസർ മാധവ് CS നയിക്കുന്ന സൈനിക് സ്കൂളിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സീനിയർ അണ്ടർ ഓഫീസർ അജിത് S നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ ബോയ്സിന്റെ ഒരു പ്ലറ്റൂണാണ്. അണ്ടർ ഓഫീസർ കുമാരി പ്രതീക്ഷ നയിക്കുന്ന NCC സീനിയർ വിംഗ് ഗേൾസിന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ചിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് കാഡറ്റ് അതുൽ കൃഷ്ണ PS നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ എയർ സ്ക്വാഡ്രന്റെ പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ലീഡിംഗ് കാഡറ്റ് അനന്തകൃഷ്ണൻ D നയിക്കുന്ന NCC നേവൽ യൂണിറ്റിന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ബോയ്സിന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ സീനിയർ കാഡറ്റ് മാസ്റ്റർ സേതു കൃഷ്ണ AH നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഗേൾസിന്റെ പ്ലറ്റൂണാണ്. ഈ വ്യൂഹത്തെ സീനിയർ കാഡറ്റ് കുമാരി മുഹ്സീന M നയിക്കുന്നു. ട്രൂപ്പ് ലീഡർ മാസ്റ്റർ അഭിജിത് ഖാൻ നയിക്കുന്ന ഭാരത് സ്കൌട്ട്സിന്റെ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണറെ അഭിവാദനം ചെയ്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കമ്പനി ലീഡർ കുമാരി ശ്രീനന്ദന AS നയിക്കുന്ന ഭാരത് ഗൈഡ്സിന്റെ ഒരു കണ്ടിജന്റാണ്. മൌണ്ടഡ് പോലീസ് റിസർവ് സബ് ഇൻസ്പെക്ടർ അനൂപ് MA നയിക്കുന്ന മൌണ്ടഡ് പോലീസ് വിഭാഗമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത്.
ബാൻഡ് സബ് ഇൻസ്പെക്ടർമാരായ ബിജു എ, ബിജുകുമാർ എം, ജോസ് തോംസൺ, വിനോദ് എം ജി, ബിജു എസ് എന്നിവർ നയിക്കുന്ന തിരുവനന്തപുരം സിറ്റി സായുധ പോലീസിന്റെയും മലബാർ സ്പെഷ്യൽ പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 1, 3, 4 ബറ്റാലിയനുകളുടെയും ബ്രാസ് ബാൻഡ് വിഭാഗങ്ങളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത്. ഹവിൽദാർ ഗോപാൽ സിംഗ് നയിക്കുന്ന ഭാരതീയ കരസേനയുടെ ഗർവാൾ റൈഫിൾ റെജിമെന്റ് 6ാം ബറ്റാലിയന്റെ പൈപ്പ് ബാൻഡ് വിഭാഗമാണ് അവസാനമായി ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോകുന്നത്. തിരുവനന്തപുരത്ത് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയെ കണ്ടു. പ്രദേശവാസിയായ നൌഫലിന്റെ വീടിന് സമീപം കടുവയെ കണ്ടത് കുട്ടികൾ. കടുവയെ കണ്ടെത്തിയാൽ വെടിവെച്ച് കൊല്ലുമെന്ന് ADM. കൂട്ടിൽ വീണാൽ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റും. ADMുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ പ്രതിഷേധം അവസാനിപ്പിച്ച നാട്ടുകാർ. നരഭോജി കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ. അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യങ്ങൾക്കായി പോലീസിനെ വിളിക്കണമെന്ന് വയനാട് ജില്ലാ പോലീസ് മേധാവി. ആളുകൾ ഒത്തുകൂടുന്നതും അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുന്നതും ഒഴിവാക്കണമെന്നും നിർദ്ദേശം. കടുവയെ പിടികൂടാനാകാത്ത സാഹചര്യത്തിൽ നാളെ വയനാട്ടിൽ ഉന്നതതല യോഗം ചേരും. വനം മന്ത്രി AK ശശീന്ദ്രൻ നാളെ വയനാട്ടിലെത്തും. യോഗത്തിൽ മന്ത്രി പങ്കെടുക്കും. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. പഞ്ചാരംകൊല്ലിയിലെ വീടിന് സമീപമായിരുന്നു സംസ്കാരം. വഞ്ചനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. കൂടരഞ്ഞി പെരുമ്പോളയിൽ പുലി കൂട്ടിൽ കുടുങ്ങി. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു. പാലക്കാട് വാദ്യാർചള്ളയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. പരിക്കേറ്റ വിജയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ ആനകൾ ഇറങ്ങിയത് നോക്കാൻ പോയപ്പോഴാണ് സംഭവം. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ. നഷ്ടപരിഹാരം നൽകി തലയൂരുന്ന പതിവ് രീതി എത്ര കാലം തുടരുമെന്ന് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. മാനന്തവാടിയിൽ സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കുന്നു. അധികാരികൾ മലയോര ജനതയെ പ്രഖ്യാപനങ്ങൾ നൽകി വഞ്ചിക്കരുതെന്നും കത്തോലിക്ക ബാവ. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയന്റോയാണ് ഈ വർഷത്തെ മുഖ്യാതിഥി. 10,000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുക്കും. ഇന്ത്യയുടെ വഴികാട്ടി ഭരണഘടനയാണെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഒരു കുടുംബം എന്ന നിലയിൽ ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നത് ഭരണഘടന. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി ഭരണസ്ഥിരത ഉറപ്പാക്കും. രാജ്യത്തെ കൂടുതൽ മേഖലകളിൽ വികസനം എത്തിക്കാനായി. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ വിപ്ലവം സൃഷ്ടിച്ചുവെന്നും രാഷ്ട്രപതി. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ. 7 പേരാണ് പത്മവിഭൂഷണ് അർഹരായത്. PR ശ്രീജേഷ്, ശോഭന, അജിത്, ജോസ് ചാക്കോ പെരിയപുറം തുടങ്ങി 19 പേർക്ക് പത്മഭൂഷൺ. IM വിജയനും K ഓമനക്കുട്ടിയും R അശ്വിനും അടക്കം 113 പേർക്ക് പത്മശ്രീ പുരസ്കാരം. ADGP P വിജയന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ. ഫയർഫോഴ്സിൽ നിന്ന് 2 പേർക്കും വിശിഷ്ട സേവാ മെഡൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് മെഡൽ പ്രഖ്യാപനം. മറ്റ് വിഭാഗങ്ങളിൽ നിന്നടക്കം വീണ്ടും വാർത്തയിലേക്ക്. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ വന്യമൃഗ ആക്രമണത്തിൽ യുവതി മരണപ്പെട്ട സാഹചര്യത്തിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ DR മേഘശ്രീ, ADM K ദേവകി, ജില്ലാ പോലീസ് മേധാവി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, വൈൽഡ് ലൈഫ് വാർഡൻ
DFOമാർ, തഹസിൽദാർമാർ എന്നിവർ പങ്കെടുക്കും. മാനന്തവാടിയിൽ നരഭോജിക്കടുവയുടെ സാന്നിധ്യ പ്രദേശങ്ങളിൽ പരിശോധന തുടരും. അതിനിടെ DFOയുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം പോലീസ് തടസ്സപ്പെടുത്തി. ഇന്നത്തെ നടപടികൾ DFO മാർട്ടിൻ ലോവൽ വിശദീകരിക്കുന്നതിനിടെ മാനന്തവാടി SHO TA അഗസ്റ്റിൻ സംസാരം തടസ്സപ്പെടുത്തുകയായിരുന്നു. ജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള 20 മീറ്റർ വീതിയിൽ അടിക്കാടുകൾ വെട്ടി കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതുപോലെ റെഗുലർ പെട്രോളിംഗ് സംവിധാനം ഉണ്ടാവും. ഇവിടെ ഒരു ലൈവും ഇല്ല, എല്ലാ ഗേറ്റിന് പുറത്താണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പറയായിരുന്നു, ഇപ്പോഴല്ല പറയേണ്ടത്. ജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള 20 മീറ്റർ വീതിയിൽ അടിക്കാടുകൾ വെട്ടി കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതുപോലെ റെഗുലർ പെട്രോളിംഗ് സംവിധാനം ഉണ്ടാവും. ഇവിടെ ഒരു ലൈവും ഇല്ല, എല്ലാ ഗേറ്റിന് പുറത്താണ് കേട്ടോ. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, DFOയുടെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണെന്നുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമാ സ്റ്റൈലിൽ SHO അങ്ങോട്ടേക്ക് വരുന്നു. ഇന്നു മുതൽ ലൈവ് ഒന്നുമില്ല, എല്ലാം ഗേറ്റിന് പുറത്താണെന്ന് പറയുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം? തീർച്ചയായും എല്ലാ ദിവസവും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, കടുവയെ തെരഞ്ഞ ശേഷം എന്തൊക്കെ ഫലങ്ങളുണ്ടായി, ക്യാമറ ഇമേജുകൾ പരിശോധിച്ചപ്പോൾ എന്തെങ്കിലും ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ പല കാര്യങ്ങളും ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളടക്കം പലപ്പോഴും വിശദീകരിക്കുന്നത് പതിവാണ്. ഇത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയത്. മാധ്യമങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ലക്ഷ്യം വെക്കുന്നത്. അവർ എല്ലാ ദിവസങ്ങളിലും ഇത് ചെയ്യാറുമുണ്ട്. പക്ഷേ ഇന്ന് എന്താണ് SHOയുടെ മുന്നിലുള്ള പ്രകോപനമെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മുടെ അടക്കമുള്ള വാഹനങ്ങൾ വന്നപ്പോഴും വാഹനങ്ങൾ ഗേറ്റ്, പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. മാധ്യമങ്ങളൊന്നും അകത്തേക്ക് പ്രവേശിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് SHOയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിനുശേഷമാണ് അദ്ദേഹത്തെക്കാൾ ഉയർന്ന റാങ്കുള്ള IFS ഉദ്യോഗസ്ഥനായ ആളാണ് DFO, അദ്ദേഹത്തെയാണ് പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയും അകത്ത് പോയി കയർത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അതീവ ഗൌരവതരമായ ഒരു വിഷയമായി തന്നെ ഇത് കരുതുന്നു. കാരണം ഇന്നലെ വലിയ ബഹുജന പ്രക്ഷോഭം, പ്രതിഷേധമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഇത്തരം പ്രതിഷേധങ്ങളോടുള്ള ഒരു വിരോധമാണ് ഈ മാധ്യമങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ ആളുകളെ സംഘടിക്കുന്നതും ജനങ്ങളുടെ പ്രതിഷേധവും ഒക്കെ പുറത്തേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ ഇവിടുന്ന് മാറ്റുക എന്നൊരു ലക്ഷ്യം അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾക്ക് പിന്നിലുണ്ടോ എന്ന് കരുതുന്നു. ഇവിടെ നിന്നൊന്നും ചെയ്യേണ്ട എന്നൊരു നിലപാടിലേക്ക് പോലീസ് എത്തുന്നു എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്തായാലും തികച്ചും അനുചിതമാണ്. അദ്ദേഹത്തിനേക്കാൾ ഉയർന്ന റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥനോട് അദ്ദേഹം പ്രത്യേകിച്ചും നാട്ടുകാരുടെ കാര്യങ്ങൾ വിശദീകരിക്കവേ ഉള്ള ഇടപെടൽ തികച്ചും അനുചിതമാണ്. നമുക്കിപ്പോൾ കാണാം ഈ കടുവയെ പിടികൂടാനുള്ള ദൌത്യസംഘം ഡോക്ടർ അരുൺ സക്രിയ അടക്കമുള്ള ആളുകളൊക്കെ നൈസർഗിക സജ്ജീകരണങ്ങളും ഒക്കെയായി കാട്ടിലേക്ക് പുറപ്പെടാനായി തയ്യാറായി നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാം. 100-നടുത്ത് ആളുകളാണ്. വിവിധ പോലീസുണ്ട്, RRT സംഘങ്ങളുണ്ട്, ഒപ്പം വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരൊക്കെ കൂടി അല്പസമയത്തിനകം കാട്ടിലേക്ക് പോവുകയാണ്. ഭക്ഷണവും വെള്ളവും ഒക്കെ കയ്യിൽ കരുതിയാണ് അവരുടെ പോക്ക്. എന്തായാലും ഇന്ന് കടുവയെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുള്ളത്. 3 കൂടുകൾ കാട്ടിനുള്ളിൽ വിവിധ ഇടങ്ങളിലായി
ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. കൂടുതൽ പരിശോധിക്കും, ക്യാമറ ട്രാപ്പുകൾ പരിശോധിക്കും. ഒപ്പം അനുകൂലമായ സാഹചര്യം ലഭിച്ചാൽ മയക്കുവെടി വെക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് സംഘാംഗങ്ങൾ. എന്തായാലും ഇത്രയധികം സന്നാഹങ്ങളുമായി വലിയ ഒരു അധ്വാനമുള്ള ഒരു ജോലി ഒരു വശത്ത് നടക്കുമ്പോഴാണ് മറുവശത്ത് ഉദ്യോഗസ്ഥരുടെ ചിലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന അനുചിതമായ പെരുമാറ്റങ്ങൾ ഈ ദൌത്യത്തിന്റെ ഒരു ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുക, ജനങ്ങളെ അടിച്ചമർത്താനായി അല്ലെങ്കിൽ ജനങ്ങൾ ഈ മേഖലയിലേക്ക് വരാതിരിക്കാനായി മാധ്യമങ്ങളെ തന്നെ ഇവിടെ നിന്നും പുറത്താക്കാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമൊക്കെ ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇവിടെ എത്തിയ നാട്ടുകാരും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനിടയിലാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ കാട്ടിലേക്ക് പോകാനുള്ള അവസാന ഘട്ട തയ്യാറെടുപ്പുകൾ നടത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അനീഷ്, എന്തായാലും നമുക്ക് നമ്മുടെ ജോലി ചെയ്യണം, അതിനാരും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ടതും അത് തന്നെയാണ്. ഈ നമ്മളോട് സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ അത് ജനങ്ങളോടാണ് അവർ സംസാരിക്കുന്നത്, അത് നമ്മൾ അവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ്, ഏത് രീതിയിലാണ് ദൗത്യം എന്ന് ജനങ്ങളോട് പറയേണ്ട കാര്യമാണ് അദ്ദേഹം തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഷോ അതൊരു വശത്ത് നടക്കട്ടെ. ഇന്ന് ഏത് രീതിയിലാണ് ആ മീറ്റിംഗിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ക്യാമറ പരിശോധിച്ചതിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ, ഏത് ഭാഗത്താണ് ഈ കടുവയുള്ളത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ക്യാമറ ട്രാപ്പിലെ ദൃശ്യങ്ങൾ രാവിലെ തന്നെ ശേഖരിച്ചിരുന്നു. അത് പരിശോധിച്ച് വരികയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ ക്യാമറകളിൽ ഇന്ന് രാവിലെയുമായി കടുവ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ കടുവയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനകൾ നടക്കുന്നത്. ഒപ്പം ഈ കടുവ ഏത് മേഖലയിൽ നിന്നുള്ള കടുവയാണ്, കടുവയുടെ ID എന്ന് പറയും, ആ IDയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അത് കേരളത്തിലെയും കർണാടകത്തിലെയും ഒക്കെ ഡാറ്റാബേസ് പരിശോധിക്കും. പ്രത്യേകിച്ചും കേരളത്തിലെ ഡാറ്റാബേസ് പരിശോധിച്ച് കേരളത്തിലെ മറ്റ് മേഖലകളിൽ ഇതിനു മുമ്പ് കണ്ടെത്തിയ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അടക്കമുള്ള പരിശോധന നടക്കും. ഉച്ചയോടുകൂടി ആ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഈ കാട്ടിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറ ട്രാപ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും രാവിലെ ശേഖരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളും ഉടൻ പരിശോധിക്കും. കഴിഞ്ഞ ദിവസം തന്നെ തത്സമയ സ്ട്രീമിംഗ് സൗകര്യമുള്ള 8 ക്യാമറകൾ കാട്ടിനുള്ളിൽ ഘടിപ്പിച്ചിരുന്നു. ആ ക്യാമറകളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ, ഈ കടുവയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല. ഒപ്പം ഇന്നലെയാണ് CH കുന്നെന്ന ഇതിന് തൊട്ട് സമീപ പ്രദേശത്തുള്ള കടുവയെ കണ്ടതായി കുട്ടികളടക്കം പറഞ്ഞ ഇടത്ത് ആളുകൾ വലിയ ഭയാകുലരായി നിൽക്കുകയാണ്. ആ മേഖലയിലേക്കും തെരച്ചിൽ നടത്തും. അവിടെയും ദൗത്യ സംഘങ്ങൾ പോകും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചത്. അങ്ങനെ 2 മേഖലകളായി തിരിച്ചു. ഒന്ന് രാധ മരിച്ച ആ ഭാഗവുമായി ബന്ധപ്പെട്ട വനമേഖലയിൽ, മറ്റൊന്ന് അതിന് നേരെ എതിർവശത്താണ് ഈ CH കുന്നെന്ന സ്ഥലമുള്ളത്. അവിടേക്കും തെരച്ചിൽ വ്യാപിപ്പിക്കും. നിരോധനാജ്ഞയൊക്കെ അടക്കം ഉള്ളതിനാൽ ആളുകൾ പൂർണ്ണമായും ഇന്ന് വീടുകളിൽ തന്നെ കഴിയുകയാണ്. അവധി ദിവസമാണ്, ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് പൂർണ്ണമായും വീടുകളിൽ തന്നെ ആളുകൾ ഇരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പള്ളികളിലും മറ്റുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഉച്ചഭാഷണിയിലൂടെ അറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ പ്രാദേശികമായുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റുമൊക്കെ പോലീസും വനംവകുപ്പും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തായാലും പതിവിന് വിപരീതമായി തികഞ്ഞ ഒരു ശാന്തമായ അന്തരീക്ഷം, പുറത്തെങ്ങും ആളുകളെ കാണാൻ കഴിയാത്ത വിധം ഈ സ്ഥലങ്ങൾ വിജനമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു RRT സംഘം ദൗത്യത്തിനായി പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പല വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്, മയക്കുവെടി വെക്കാനുള്ള ഉദ്യോഗസ്ഥരുണ്ട്, മറ്റ് എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ആ ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് അവരുടെ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് വനം വകുപ്പ് മറ്റുദ്യോഗസ്ഥരും. ഇപ്പോൾ സംഘം കാട്ടിലേക്ക് തിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. MS അനീഷ് കുമാറാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കാട്ടാന സാന്നിധ്യം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം പകൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിയ 2 കാട്ടാനകൾ പരസ്പരം കൊമ്പുകോർത്തു. മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടി സ്ഥിരമായി എത്തിയിരുന്നു. ദിവസങ്ങളോളം ആന ഇവിടെ നിലയുറപ്പിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ കാട്ടാനകൾ ഇവിടേക്കെത്തുന്നതാണ് പ്രതിസന്ധിയാകുന്നത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇവിടെ എത്തിയ കാട്ടാനകൾ പരസ്പരം കൊമ്പുകോർത്തു. കാട്ടാന സാന്നിധ്യം പതിവായതോടെ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനാകുന്നില്ല.
നേരത്തെ ഇവിടെ ഉണ്ടായ ആക്രമണത്തിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തുന്ന കാട്ടാനകൾ കൂടിക്കിടക്കുന്ന മാലിന്യം ഭക്ഷിക്കുന്നതും പതിവാണ്. പ്ലാസ്റ്റിക് മാലിന്യം ആനകളുടെ ഉള്ളിൽ ചെല്ലാൻ ഇത് ഇടവരുത്തും. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനുള്ളിലേക്ക് കാട്ടാനകൾ എത്താതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം മുൻപ് വനം വകുപ്പിന് മുന്നോട്ട് വെച്ചിരുന്നു. വേനൽ കനക്കുന്നതോടെ തീറ്റ തേടി കൂടുതൽ ആനകൾ കേന്ദ്രത്തിലെത്തിയാൽ വലിയ ബുദ്ധിമുട്ടാകും. ന്യൂസ് 18 മൂന്നാർ. ഇടുക്കി രാജകുമാരിയിൽ കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായി നെൽകൃഷി നശിപ്പിച്ചു. മഞ്ഞക്കുഴി പാടശേഖരത്തിലാണ് കൃഷിനാശം. 2 ആഴ്ചയ്ക്കുള്ളിൽ കൊയ്ത്ത് നടത്തേണ്ട പാടത്താണ് കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം മഞ്ഞക്കുഴി പാടശേഖരത്തെത്തിയ കാട്ടുപന്നിക്കൂട്ടം വ്യാപക കൃഷിനാശമാണ് വരുത്തിയത്. 6 കർഷകരുടെ കൂട്ടായ്മയിൽ 1 ഏക്കർ സ്ഥലത്തിറക്കിയ കൃഷി പൂർണ്ണമായും നശിച്ചു. ഈ കൃഷി ഞങ്ങൾ ചെയ്തു വന്നിട്ട് ഇന്ന് വരെ നേരെ വണ്ണം ഞങ്ങൾക്ക് വിളവെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ ക്ഷുദ്രജീവിയായ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് ഇതിന് എന്തെങ്കിലും അധികാരികള് നടപടിയില്ല എങ്കിൽ ഞങ്ങൾക്ക് കൃഷി ഉപേക്ഷിക്കേണ്ടി വരും. രാത്രികാലങ്ങളിലാണ് പന്നികൾ കൂട്ടത്തോടെ പാടങ്ങളിൽ ഇറങ്ങുന്നത്. തുടർച്ചയായ വന്യമൃഗാക്രമണം കർഷകരുടെ അധ്വാനം ഇല്ലാതാക്കുകയാണ്. ഏകദേശം ഒരു 15 ദിവസത്തിനുള്ളിൽ കൊയ്യാവുന്ന നെല്ലായിരുന്നു ഇത്. പന്നി എന്നും രാത്രി വലിയ ഒരു കൂട്ടങ്ങളായിട്ടാണ് വന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പോയാൽ എല്ലാവരും കൃഷി ഉപേക്ഷിച്ച് മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും. വനംവകുപ്പ് നടപടി കാര്യക്ഷമമല്ലെന്നാണ് കർഷകർ പറയുന്നത്. ബന്ധപ്പെട്ട കൃഷി ഓഫീസ് അവർ ഇതിനെ വ്യക്തമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം. ഇവര് പറയുന്നത് കേട്ടാൽ 1 ഏക്കർ കൃഷി ചെയ്യാൻ 30,000 രൂപ വരെ വിലയാണ് അവർ പറയുന്നത്. 30,000 രൂപ വരെ. നെൽവിത്തുകൾ നല്ല വിത്തുകളാണ് കൊണ്ടുവന്ന് പാകി അവർ ഇത്രയും കാലം സൂക്ഷിച്ചത്. കൊയ്യുന്ന സമയം 10 ദിവസം നിൽക്കുമ്പോഴാണ് ഇതെല്ലാം കൂടെ നശിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ അതിന് നടപടികൾ സ്വീകരിക്കണം. ന്യൂസ് 18 ഇടുക്കി. പുലിപ്പേടിയിൽ പത്തനാപുരത്തെ മലയോര ഗ്രാമങ്ങൾ കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ പത്തനാപുരം DF ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേരളത്തിൽ എത്ര ജീവനുകൾ പൊലിഞ്ഞു നമ്മൾ കണ്ടു. വന്യജീവികളുടെ ആക്രമണത്താൽ എത്ര ആളുകൾ ജീവനുകൾ പൊലിഞ്ഞു. 2000-ഓളം ആളുകൾക്ക് അവരുടെ അവയവങ്ങൾ നഷ്ടപ്പെട്ടു. കേരളത്തിൽ മനുഷ്യജീവനിൽ പുല്ലുവില പോലും കൽപ്പിക്കാത്ത നിലപാടുമായി പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ നിയമം പൊളിച്ചെഴുതണം. മനുഷ്യ വന്യജീവി സംഘർഷവും തുടർന്ന് മലയോര മേഖലകളിൽ രൂപപ്പെടുന്ന പ്രതിഷേധങ്ങളും അസാധാരണ സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനത്തെ എത്തിക്കുന്നത്. പ്രതിഷേധം ഫലത്തിൽ സർക്കാർ വിരുദ്ധ വികാരമായി രൂപപ്പെടുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം നിർണ്ണയിക്കുന്ന സുപ്രധാന വിഷയമാകും ഇത്. കഴിഞ്ഞ തവണ LDF-നൊപ്പം നിന്ന മലയോര മേഖലയെ ഒപ്പം നിർത്താനാണ് UDF കരുക്കൾ നീക്കുന്നത്. വന്യജീവി സംഘർഷം തുടർക്കഥയായതോടെ മലയോര മേഖലയിൽ രൂപപ്പെടുന്നത് മുൻപെങ്ങും കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ്. രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾ സംഘടിച്ച് വനം വകുപ്പിനെതിരെ രംഗത്തെത്തുന്നു. പ്രതിക്കൂട്ടിലാകുന്നത് സർക്കാരും. തിരിച്ചടി മുന്നിൽ കണ്ട് വനനിയമ ഭേദഗതിയിൽ നിന്ന് വരെ സർക്കാർ പിന്മാറി. പക്ഷേ മലയോര മേഖലയിലെ സംഘർഷ സാഹചര്യങ്ങൾ പ്രതിരോധിക്കാനാകാത്ത രാഷ്ട്രീയ നീക്കമായി മാറുമോ എന്നതാണ് ഇടതുമുന്നണിയുടെ ആശങ്ക. പ്രതിസന്ധി മറികടക്കാൻ കൃത്യമായ വഴികളും സർക്കാരിന് മുന്നിൽ ഇല്ല എന്നതാണ് വാസ്തവം. എന്തുകൊണ്ട് വന്യജീവി സംഘർഷം ഇത്ര വലിയ രാഷ്ട്രീയ വിഷയമായി മാറുന്നു? ഇതിന്റെ സാധ്യതകൾ പ്രതിപക്ഷം എങ്ങനെയാണ് കാണുന്നത്? പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മലയോര സമരയാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? വനമേഖലയിലെ ജനങ്ങളെ കേൾക്കാനും അവരുടെ ശബ്ദം അധികാര കേന്ദ്രങ്ങളെ കേൾപ്പിക്കാനും മാത്രമാണോ ഈ യാത്ര? അതോ അധികാരത്തിലേക്കുള്ള എളുപ്പ വഴിയും മലയോര മേഖലകളിൽ ഇടതിന്റെ അടിത്തറയിളക്കുന്നതുമായി ഈ യാത്ര മാറുമോ? UDF-ന് പ്രതീക്ഷ നൽകുന്നതും LDF-ന് ആധിയുണ്ടാക്കുന്നതുമാണ് കണക്കുകൾ. ആലപ്പുഴ മാറ്റി നിർത്തിയാൽ സംസ്ഥാനത്തെ 13 ജില്ലകളിലും വനാതിർത്തികളിൽ സംഘർഷ സാഹചര്യങ്ങളുണ്ട്. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തുള്ള കണക്കെടുത്താൽ അതിങ്ങനെയാണ്. 43 മണ്ഡലങ്ങളിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ് മനുഷ്യ വന്യജീവി സംഘർഷം. തിരുവനന്തപുരത്തെ 5 മണ്ഡലങ്ങൾ, 5ഇടത്തും ഇടത് MLA-മാർ. കൊല്ലത്തും പത്തനംതിട്ടയിലും 2 മണ്ഡലങ്ങൾ വീതമാണ് നിരന്തര വന്യജീവി ശല്യം, അതും ഇടതിനൊപ്പം. കോട്ടയത്തെ പൂഞ്ഞാറിലും ഇടത് MLA-യാണ്. ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ജനം വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടുന്നു. അതിൽ 4ഇടത്തും ഇടതുമുന്നണിയുടെ പ്രതിനിധികളാണുള്ളത്. എറണാകുളത്തെ ഹോട്ട്സ്പോട്ടായ കോതമംഗലം LDF മണ്ഡലവും മൂവാറ്റുപുഴയും അങ്കമാലിയും UDF-നൊപ്പം നിൽക്കുന്നവയുമാണ്. തൃശൂരിലുമുണ്ട് വനമേഖലയുള്ള മണ്ഡലങ്ങൾ. ഇതിൽ ചേലക്കരയും ഒല്ലൂരും ഇടതു മണ്ഡലങ്ങളെങ്കിൽ ചാലക്കുടിയിൽ UDF MLA.
പാലക്കാട്ടെ പ്രശ്നബാധിത മണ്ഡലങ്ങൾ 3 ഇടത് കോട്ടകളാണ്. അൻവർ ഒഴിഞ്ഞ നിലമ്പൂരിന് പുറമെ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായ 4 മണ്ഡലങ്ങളിലും UDF പ്രതിനിധികളാണ്. കോഴിക്കോട്ട് 4 ഇടതിനൊപ്പം വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലും പ്രശ്നം രൂക്ഷം. അതിൽ തന്നെ 2 ഇടതു മണ്ഡലങ്ങൾ. കണ്ണൂരിൽ 3-ൽ 2 UDF MLA-മാരാണ്. കാസർഗോഡ് 4-ൽ 3 ഇടതു മണ്ഡലങ്ങളും. അതായത് ഇപ്പോൾ വന്യജീവി സംഘർഷം ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും കഴിഞ്ഞ തവണ ഇടതുമുന്നണിയെ ജയിപ്പിച്ചവയാണ്. മലയോരത്തെ ആശങ്കകൾ വോട്ടായാൽ അത് ഇടതുമുന്നണിയെ കുഴപ്പിക്കുമെന്ന് ചുരുക്കം. വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായ 21 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ മലയോര യാത്ര. വന്യജീവി സംഘർഷത്തിൽ പൊറുതിമുട്ടി നിൽക്കുന്ന ജനങ്ങളിലേക്ക് ഐക്യദാർഢ്യവുമായി എത്തിയാൽ കിട്ടുന്ന വലിയ സ്വീകാര്യതയാണ് UDF ലക്ഷ്യം. പതിവ് സർക്കാർ വിരുദ്ധ വിഷയങ്ങളിൽ നിന്ന് മാറിയുള്ള ഈ നീക്കത്തിലൂടെ UDF വോട്ടുകൾക്കൊപ്പം പരമ്പരാഗത ഇടത് വോട്ടുകളുടെ സമാഹരണവും പ്രതിപക്ഷം ലക്ഷ്യം വയ്ക്കുന്നു. ഒപ്പം അകന്നുപോയ ക്രൈസ്തവ വോട്ടുകളുടെ തിരിച്ചുപിടിക്കലും. മലയോര മേഖലയിലെ പ്രശ്നങ്ങളിൽ ക്രൈസ്തവ സഭകൾ ഒപ്പം നിൽക്കുമെന്ന ഉറപ്പ് UDF-നുണ്ട്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇടവേള. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിലെ പഞ്ചാരക്കൊല്ലിയിൽ വീണ്ടും കടുവയെ കണ്ടു. പ്രദേശവാസിയായ നൌഫലിന്റെ വീടിന് സമീപം കടുവയെ കണ്ടത് കുട്ടികൾ. കടുവയെ കണ്ടെത്തിയാൽ വെടിവെച്ച് കൊല്ലുമെന്ന് ADM. കൂട്ടിൽ വീണാൽ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റും. ADM-ഉമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ പ്രതിഷേധം അവസാനിപ്പിച്ച നാട്ടുകാർ. നരഭോജി കടുവയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ. അടിയന്തര ഘട്ടങ്ങളിൽ ആവശ്യങ്ങൾക്കായി പോലീസിനെ വിളിക്കണമെന്ന് വയനാട് ജില്ലാ പോലീസ് മേധാവി. ആളുകൾ ഒത്തുകൂടുന്നതും അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുന്നതും ഒഴിവാക്കണമെന്നും നിർദ്ദേശം. കടുവയെ പിടികൂടാനാകാത്ത സാഹചര്യത്തിൽ നാളെ വയനാട്ടിൽ ഉന്നതതല യോഗം ചേരും. വനം മന്ത്രി AK ശശീന്ദ്രൻ നാളെ വയനാട്ടിലെത്തും. യോഗത്തിൽ മന്ത്രി പങ്കെടുക്കും. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. പഞ്ചാരംകൊല്ലിയിലെ വീടിന് സമീപമായിരുന്നു സംസ്കാരം. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. കൂടരഞ്ഞി പെരുമ്പോളയിൽ പുലി കൂട്ടിൽ കുടുങ്ങി. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു. പാലക്കാട് വാദ്യാർചള്ളയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. പരിക്കേറ്റ വിജയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിനോട് ചേർന്നുള്ള കൃഷി. വീണ്ടും വാർത്തയിലേക്ക്. പത്തനംതിട്ട കിടങ്ങന്നൂരിൽ കനാലിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികളുടെയും മൃതദേഹം കണ്ടെത്തി. നാക്കാലിക്കൽ SVGHS-ലെ വിദ്യാർത്ഥികളായ അഭിരാജ്, അനന്തുനാഥ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ ലഭിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ കനാലിൽ കുളിക്കാനിറങ്ങിയ 2 പേരും ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. ശശി നാരായണൻ പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നു. ശശി, അത്യന്തം ദുഃഖകരമായ വാർത്ത. ഒടുവിൽ അവരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. എവിടെ നിന്നാണ് ലഭിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇന്നലെ കാണാതായ പത്തനംതിട്ട കിടങ്ങന്നൂരിലെ 2 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. നാൽക്കാലിക്കൽ SVHS സ്കൂളിലെ അഭിരാജ്, അനന്തുനാഥ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ വൈകിട്ട് 5 മണി മുതൽ നടത്തിയ തിരച്ചിലൊടുവിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയും തിരച്ചിലുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 11 മണി വരെ ഇവർക്കായുള്ള തിരച്ചിൽ ഫയർഫോഴ്സും സ്കൂബ സംഘവും നടത്തിയിരുന്നു. എന്തായാലും അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ച സമയത്താണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈ കുട്ടികൾ കുളിക്കാനിറങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരു 300 മീറ്റർ താഴെയായിട്ടാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇന്നലെയും ഇവിടെ രാത്രിയിൽ പരിശോധന നടത്തിയിരുന്നു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ തന്നെ പരിശോധന നടത്തിയ സമയത്താണ് ഈ സ്കൂബ സംഘം നടത്തിയ പരിശോധനയിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 2 പേരുടെയും മൃതദേഹങ്ങൾ സ്ഥലത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ കുട്ടികൾ ഈ കനാലിൽ കുളിക്കാനെത്തുന്നത്. ആദ്യം ഇവർക്ക് സ്കൂളിൽ SPCയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം സുഹൃത്തിന്റെ വീട്ടിൽ പോയതിനു ശേഷമാണ് ഇവർ പിന്നീട് ഇവര് വീട്ടിൽ തിരിച്ചെത്തിയില്ല. അങ്ങനെ കാണാതാവുകയായിരുന്നു. അങ്ങനെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലൊടുവിലാണ് ഈ കനാലിന്റെ സൈഡിൽ കുട്ടികളുടെ വസ്ത്രങ്ങൾ കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒരു വൈകിട്ട് 5 മണി മുതൽ തിരച്ചിൽ നടത്തിയിരുന്നു. രാത്രി ഒരു 11 വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് വീണ്ടും ഇന്ന് രാവിലെ വീണ്ടും 8 മണിയോടുകൂടി തിരച്ചിൽ പുനരാരംഭിച്ചു. ഇതിനിടയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. എന്തായാലും
നാൽക്കാലിക്കൽ SVHSലെ സ്കൂളിലെ വിദ്യാർത്ഥികൾ, 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇവർ. അഭിരാജ്, അനന്തുനാഥ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ശരി ശശി. ജനപ്രിയ സംവിധായകന് വിട. ജനപ്രിയ സിനിമകളുടെ സംവിധായകൻ ഷാഫി അന്തരിച്ചു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാത്രി 12:30യോടെയാണ് മരണം സംഭവിച്ചത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എവിടെയാണുള്ളത്? പൊതുദർശനം എപ്പോഴാണ്? അശ്വതി, അല്പസമയത്തിനു മുൻപായിരുന്നു വീട്ടിൽ നിന്നും മൃതദേഹം മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സഹകരണ ഹാളിലേക്ക് പൊതുദർശനമായി കൊണ്ടുപോയത്. 12 മണിവരെയായിരിക്കും അവിടെ പൊതുദർശനം. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുവരും. വൈകുന്നേരം 4 മണിയോടുകൂടിയായിരിക്കും ഖബറടക്കം നടക്കുക. ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ നിരവധി സിനിമാ മേഖലയിലുള്ള നിരവധി പേരാണ് അദ്ദേഹത്തിന് അവസാനമായി കാണാൻ എത്തിയത്. സുരേഷ് ഗോപി MP എത്തിയിരുന്നു. ഒപ്പം ഹൈബീഡൻ MP, സിനിമാ സംവിധായകരായിട്ടുള്ള രഞ്ജിത്ത്, D ഉണ്ണികൃഷ്ണനും എത്തിയിരുന്നു. ഒപ്പം നിർമ്മാതാവ് ആന്റോ ജോസഫ് അടക്കമുള്ള അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച നിരവധി പേർ, ലാലടക്കമുള്ളവർ അവിടെ എത്തിയിരുന്നു. അവസാന അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും നിരവധി പേരാണ് വീട്ടിലേക്കും എത്തിയത്. ഇനി ഈ പൊതുദർശനത്തിന് അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച സിനിമാ മേഖലയിലുള്ള നിരവധി പേർ അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിയോഗമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തലച്ചോറിനേറ്റ ചെറിയ ഒരു ട്യൂമർ ആയിരുന്നു. പിന്നീട് അത് നീക്കം ചെയ്യുകയും ആ സമയത്താണ് അദ്ദേഹത്തിന് ലിവർ സിറോസിസ് അടക്കം കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പിടിപെടുകയും ഇതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയെ അദ്ദേഹം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു. തിരിച്ചു വരുമെന്ന് ഒക്കെ അദ്ദേഹത്തിന്റെ കുടുംബം ഏറെ പ്രതീക്ഷ പുലർത്തിയിരുന്നു. പക്ഷേ അവസാനം അദ്ദേഹത്തിന്റെ മടക്കം ഇന്ന് പുലർച്ചെ 12:15 അദ്ദേഹം വിടവാങ്ങിയെന്ന വാർത്ത ആശുപത്രിയിൽ നിന്നും പുറത്തു വരുന്നത്. അങ്ങനെ മലയാള സിനിമയിൽ ഒരു 2 പതിറ്റാണ്ട് കാലത്തോളം മലയാള സിനിമയിൽ ഹിറ്റുകളുടെ മാത്രം ഒരു രാജാവായി വാഴുന്ന ഒരു സംവിധായകനാണ് ഇപ്പോൾ നമ്മളിൽ നിന്നും വിടവാങ്ങുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരൻ റാഫി കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ നിരവധി സിനിമകൾ, ആദ്യം വൺമാൻ ഷോയിലൂടെയായിരുന്നു അദ്ദേഹം സിനിമ തുടങ്ങിയത്. ദില്ലിവാല രാജകുമാരൻ, റാഫി തിരക്കഥ എഴുതിയ ദില്ലിവാല രാജകുമാരൻ ഹിറ്റായതോടുകൂടിയായിരുന്നു തന്റെ ബിസിനസ് ഒക്കെ ഉപേക്ഷിച്ച ഷാഫിയും സിനിമയിലേക്ക് വരാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും പിന്നീട് ആദ്യത്തെ കൺമണി എന്ന സിനിമയിലൂടെ ക്ലാബ് ബോയ് ആയി തുടക്കം, അസിസ്റ്റന്റായും അസോസിയേറ്റായും ഒക്കെ സിനിമയിൽ പ്രവർത്തിച്ചു. രാജസേനന്റെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ചു. ആ വേളയിലാണ് 2001 വൺമാൻ ഷോ എന്നൊരു സിനിമയിലൂടെ അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നത് സംവിധായകനായി. അത് വേണ്ട രീതിയിൽ സ്വീകാര്യത നേടിയില്ലെങ്കിൽ പോലും അദ്ദേഹം അത്രമാത്രം വളരെ പരിശ്രമിച്ചാണ് താൻ ആ സിനിമ ചെയ്തതെന്ന് പിന്നീട് പല അഭിമുഖങ്ങളിലും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അത്രയേറെ പിന്നീട് ഇറങ്ങിയ സിനിമ കല്യാണരാമൻ, അത് താൻ അത്ര വേണ്ട രീതിയിൽ പരിശ്രമിച്ചല്ല ആ സിനിമ ഒരുക്കിയത്. പക്ഷെ അതിന്റെ ഒരു വിജയം അത് ഇന്നും മലയാളി പ്രേക്ഷകർ വീണ്ടും ഒരു ആവർത്തന മൂല്യമുള്ള ഒരു സിനിമയെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കൂട്ടം സിനിമകൾ, പുലിവാൽ കല്യാണമാകട്ടെ, കല്യാണരാമനായിക്കോട്ടെ, ചോക്ലേറ്റ്, 2 കൺട്രീസ് ഉൾപ്പെടെയുള്ള നിരവധി ഹിറ്റ് സിനിമകൾ. ബെന്നി പി നായരമ്പലത്തോടൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മലയാള സിനിമയിൽ പിറന്നതും. ഒരു തമാശ, അതൊക്കെ പ്രേക്ഷകർ ഇപ്പോഴും അതൊക്കെ കണ്ട് ചിരിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത്രേ നമുക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു പിടി സിനിമ തന്നുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നതും. ഇപ്പോൾ ഇനി പുതിയ ചിത്രങ്ങളുടെ ഒക്കെ പണിപ്പുരയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം മോഹൻലാലിനെ വെച്ചൊരു സിനിമ എടുക്കണമെന്നായിരുന്നു. പലതവണ അത് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല. അതിന്റെ ഒരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ മോഹൻലാലിനെ വെച്ച് താനൊരു സിനിമ എടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അതുപോലും പൂർത്തിയാക്കാതെയാണ് അദ്ദേഹം മടങ്ങുന്നത്. മമ്മൂട്ടിയോടൊപ്പം 2 സിനിമകൾ, ആ 2 സിനിമകളും സൂപ്പർ ഹിറ്റ്. തുമ്മനും മക്കളും മായാവിയിലൊക്കെ മമ്മൂട്ടിയുടെ ഒരു കോമഡി കഥാപാത്രമാണെന്ന് തന്നെ നമുക്ക് പറയാം. അത്തരത്തിൽ മമ്മൂട്ടിയെ പോലും വ്യത്യസ്തമായിട്ടൊരു വേഷത്തിലെത്തിക്കുന്നു. അദ്ദേഹം എപ്പോഴും പറയുന്നത് തന്റെ കഥാപാത്രങ്ങൾ, തന്റെ നായക നടന്മാരിനപ്പുറത്തേക്ക് നായക നടന്മാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഹാസ്യതാരങ്ങൾ അത് ഒരു സിനിമയിൽ വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു.
അങ്ങനെ തന്നെയാണ് ഈ സലിംകുമാർ ആയിക്കോട്ടെ, സുരാജ് വെഞ്ഞാറമൂട് ആയിക്കോട്ടെ, കൊച്ചിൻ ഹനീഫ ആയിക്കോട്ടെ, അങ്ങനെ നിരവധി ഇന്നസെന്റ് ആയിക്കോട്ടെ, അങ്ങനെ നിരവധി താരങ്ങൾ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന കോമഡി കഥാപാത്രങ്ങളും ഒക്കെ ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. എനിക്ക് തോന്നുന്നു ആ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ഹാസ്യ താരങ്ങളാണ് ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതും. ട്രോളുകളിലായിക്കോട്ടെ, നമ്മുടെ വാട്സപ്പ് സ്റ്റിക്കറുകളിലായിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ തന്നെയായിരിക്കും. ദശമൂലം ദാമു ആയിക്കോട്ടെ, പോഞ്ഞിക്കര, മണവാളൻ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങളാണ് അദ്ദേഹം മലയാളി പ്രേക്ഷകർക്ക് തന്ന് മടങ്ങിയിരിക്കുന്നത്. ഈ ദിലീപിന്റെ ആയിക്കോട്ടെ, ജയസൂര്യയുടെ ആയിക്കോട്ടെ, കരിയർ ബ്രേക്ക് എന്ന് പറയുന്ന നിരവധി സിനിമകൾ, കല്യാണരാമൻ, പുതുവാൽ കല്യാണം ഉൾപ്പെടെയുള്ള സിനിമകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ മലയാള സിനിമയിൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന് ശേഷം ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച ഒരു താരം തന്നെയാണ്, ഒരു സംവിധായകൻ തന്നെയാണ് ഷാഫി റാഫി സിദ്ദിഖ്. അദ്ദേഹം പല അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു, തങ്ങളുടെ ജീനിൽ തന്നെ കോമഡി ഉണ്ട്. ഞങ്ങളുടെ കുടുംബക്കാർ ഒത്തുകൂടുമ്പോൾ തന്നെ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് തന്നെയാണ് താൻ തന്റെ സിനിമയിലൂടെ പകർത്തുന്നതും എന്നുകൂടി പറയുന്നു. പലപ്പോഴും ഈ ഒരു കോമഡി കഥാപാത്രങ്ങളെ വിട്ട്, അല്ലെങ്കിൽ കോമഡി സിനിമകൾ വിട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അപ്പോഴൊക്കെ പ്രൊഡ്യൂസർമാരായിക്കോട്ടെ, തിരക്കഥാകൃത്തുക്കളായിക്കോട്ടെ ഒക്കെ തന്നോട് പറയുന്നത് ഷാഫിക്ക് ചേരുന്നത് കോമഡി തന്നെയാണ്, അങ്ങനെയാണ് താൻ കോമഡി തന്നെ ചെയ്യാമെന്ന് അതാണ് വളരെ ഈ വിയോഗം വളരെ നേരത്തെ ആയിപ്പോയി എന്ന് തന്നെയാണ് ഇത് കേൾക്കുന്നവരും എല്ലാം പ്രതികരിക്കുന്നത്. നവമിയാണ് വിവരങ്ങൾ നൽകിയത്. കലൂരിൽ രാവിലെ 10 മണി മുതൽ